എന്നാ ചേച്ചാ ഒരു കാപ്പി. കാപ്പി മാത്രമേ ഉള്ളൂ? എന്നാ ഒരു കാര്യം ഞാൻ കാപ്പിയുടെ കൂടെ എന്തേലും നമുക്കൊന്ന് കുറിക്കാൻ വേണ്ടേ? ഇനി നമുക്ക് ഇച്ചിരി മിച്ചർ ഉണ്ടാക്കിയാലോ? എന്നാൽ ശരിയാ, നമ്മളത് ചെയ്തിട്ടില്ല. മിച്ചർ നമ്മൾ ചെയ്തിട്ടില്ല. നമുക്ക് ശരിക്കും എന്നെപ്പോലെ തന്നെ കുറേ ആൾക്കാരുണ്ട്, അതായത് ഈ ചായയുടെ കൂടെ കാപ്പിയുടെ കൂടെ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൊതിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കും ഇത് ഇഷ്ടമാണ്. നമുക്ക് ഇന്നൊരു നല്ല അടിപൊളി ഒരു മിച്ചർ ഉണ്ടാക്കിയേക്കാം. അല്ല എപ്പോഴും നമ്മൾ കടയിൽ നിന്നല്ലേ കഴിക്കുന്നത്? എന്നാൽ ശരി, നമുക്ക് സമയം കളയിച്ചിട്ട് നല്ല മിച്ചർ ഉണ്ടാക്കാം. മിച്ചറിന് അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ് കടലമാവ്. അതുപോലെ തന്നെ പക്കവടയ്ക്കാണെങ്കിലും കടലമാവാണ് ആവശ്യം. അപ്പോൾ ഈ കടലമാവ് 1/2 കിലോ ഉണ്ട്, 2 പാത്രത്തിലാക്കിയെന്നേ ഉള്ളൂ. നമുക്കിതൊന്ന് അടഞ്ഞെടുക്കാം. അപ്പോൾ ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. എല്ലാവർക്കും വില്ലേജ് സ്പൈസസിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് മിച്ചറുണ്ട് പരിപാടി ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതൊന്ന് ഇടഞ്ഞെടുക്കാം. കാരണം ഇതിൻ്റെ അകത്ത് ഈ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റണം. അതിന് വേണ്ടിയാണ് ഒന്ന് അടഞ്ഞെടുക്കുന്നത്. ഇതൊക്കെ എനിക്ക് നല്ല ഭാഷമാണ് കേട്ടോ, ഇതേപോലെ അടഞ്ഞെടുക്കാനൊക്കെ. ഇതേപോലെ ചിലപ്പോൾ തരി കാണും, ഞാൻ അതുകൊണ്ടാണ് ഒന്ന് ഇടഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇതും അതുപോലെ തന്നെ ഒന്ന് ഇടഞ്ഞെടുക്കുക. ഇതിപ്പം 1/2 കിലോ എടുത്തതേ ഉള്ളൂ, നമ്മുടെ ആവശ്യത്തിന് എടുക്കുക. കാര്യം മിച്ചറൊക്കെയാണെന്ന് പറയുമ്പോഴത്തേക്കും ഏതായാലും ചെയ്യുമ്പോഴത്തേക്ക് ഇച്ചിരി കൂടുതലുണ്ടാക്കണം. കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും ഇത് ചെയ്യുന്ന ഒരു ഐറ്റം അല്ലല്ലോ. ഇപ്പം നമ്മൾ ഇത് നല്ലപോലെ ഇടഞ്ഞ് ഇതിൻ്റെ അകത്ത് ചെറിയ തരികൾ പോലെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറ്റി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് 1 ഗ്ലാസ് ഇടിയപ്പപ്പൊടിയൊക്കെ അല്ലേ, അതാ 1 ഗ്ലാസ് അരിപ്പൊടിയും കൂടെ അരിപ്പൊടിയും കൂടെ അതുകൂടെ ഒന്ന് അടഞ്ഞെടുക്കാം. എന്നുവെച്ചാൽ അതൊന്ന് അടഞ്ഞെടുത്ത് വറുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടി അടഞ്ഞില്ലെങ്കിൽ ഇതിൻ്റെ അകത്തൊക്കെ കട്ട കാണും. നമ്മുടെ പിഴിയല്ലേ, എന്നാൽ വാട്ടി കുഴയ്ക്കുന്ന സാധനമല്ലല്ലോ. അതാണ്ട ഇത് അരിച്ചെടുക്കുന്നത്. ഇതൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഒന്ന് ഇടച്ചെടുക്കുന്ന നല്ലതാണ്. തരിയൊക്കെ കണ്ട. ഇപ്പോൾ രണ്ടും ഒന്ന് ഇടഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് നല്ലൊരു മിക്സ് ചെയ്യാം. ഈ ഇടച്ച് വെച്ചിരിക്കുന്ന വറുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടി, ആ അരിപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട്, ഇത് കാശ്മീരി മുളക് പൊടിയാണ്. ഞാൻ ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, കാര്യം ഇത് ഒരല്പം കളറിനൊക്കെ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കാശ്മീരി മുളക് പൊടി ചേർത്തതിന് ശേഷം ഇച്ചിരി മിച്ചറെന്ന് പറയുമ്പോഴത്തേക്ക് ഇച്ചിരി എരിവൊക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ ആ എരിവിന് ആവശ്യമുള്ള ഇച്ചിരി എരിവുള്ള മുളക് പൊടിയും കൂടെ നമുക്കിതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം. ഇതാണ് ഇത് എരിവുള്ള മുളക് പൊടി. ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതിലെല്ലാം പ്രധാനപ്പെട്ട ഒരാവശ്യമാണ് കായപ്പൊടി. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുകയാണ്. ഇത്തിരി കായപ്പൊടിയുടെ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇനി ഒരു ഐറ്റം കൂടെ ചേർക്കാനുണ്ട്, ഉപ്പ് പൊടി. ഉപ്പില്ല പിന്നെ എന്ത് അല്ലേ? അപ്പോൾ ഇതിനാവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ല പറഞ്ഞ് മിക്സ് ചെയ്തെടുക്കാം. നല്ല പറഞ്ഞ് മിക്സ് ചെയ്ത് ശേഷം അപ്പോൾ ഈ പൊടിയൊക്കെ നല്ല പറഞ്ഞ് മിക്സ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് മാറ്റണം ബൂന്തി ഉണ്ടാക്കാനായിട്ട്. ഒരു 3 ഇതുപോലത്തെ, ഏതായാലും എല്ലാ വീട്ടിലും ഉണ്ടല്ലോ ഇതുപോലത്തെ തവി, ഒരു 3 or 4 തവി അങ്ങ് മാറ്റാം. ഇപ്പോൾ ഒരു 4 തവി ഈ ഒരളവിൽ മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് ബൂന്തി ഉണ്ടാക്കാനും ഇത് നമുക്ക് ഞെക്കി പിഴിഞ്ഞെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത് ചപ്പാത്തിയുടെ ആ രീതിക്ക് ഒന്ന് കുഴച്ചെടുക്കണം. നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ചപ്പാത്തിയുടെ ആ രീതിക്ക് ഒന്ന് കുഴച്ചെടുക്കണം. കാര്യം ഇടിയപ്പമൊക്കെ പിഴിഞ്ഞെടുക്കത്തില്ല, ആ രീതിക്ക് നമുക്ക് ഈ മാവ് റെഡിയാക്കി എടുക്കേണ്ടതുണ്ട്. എല്ലാം കൂടാനും പാടില്ല, കുറയാനും പാടില്ല. കൈയെല്ലാം ഒന്ന് കഴിയട്ടെ. അപ്പം കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് ഇളക്കിയിട്ട് ഇനി ഇത് കൈ കൊണ്ട് തന്നെ കുഴച്ചാലേ പറ്റുള്ളൂ. നമുക്ക് ഒരല്പം ഓയിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഓയിൽ ഒഴിച്ചതിന് ശേഷം കൈ കൊണ്ട് തന്നെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം എന്ത് നമ്മൾ നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇതുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബേസിൻ്റെ അകത്തുനിന്ന് മാറ്റുകയാണ്. നമുക്കിതിൻ്റെ അകത്തോട്ട് ഒരല്പം ഓയിലൂടെ പുരട്ടി കൊടുക്കുകയാണ് ഇതിൻ്റെ മുകളിലോട്ട് ഒന്ന്. കാര്യം ഇത് ഉണങ്ങിപ്പോയിരിക്കാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതുണ്ട്. ഈ രീതിക്ക് വേണം മാവ് റെഡിയാക്കി എടുക്കാം. കൈയൊക്കെ കഴിയട്ടെ. ഇത് ഉണങ്ങി കഴിഞ്ഞാൽ പിന്നെ പോകാൻ വേണ്ടി. ഇനി നമുക്ക് ബൂന്തിക്കുള്ള
മാവ് കൂടെ കലക്കി വെക്കാം. ഇത് സാധാരണ ചപ്പാത്തി കുഴയ്ക്കുന്ന പോലൊന്നുമല്ല. നമ്മൾ ഈ ദോശ മാവും അല്ലെങ്കിൽ ഇഡലി മാവിനൊക്കെ ആ ഒരു വെള്ളം നീട്ടുന്നില്ലേ, അതേ രീതി വേണം ഈ ബൂന്തിക്കുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ഒരല്പം വെള്ളം, ഇതിപ്പം ഒരു റെഡി ആയിട്ടുണ്ട്, എന്നാലും ഒരല്പം വെള്ളം കൂടെ ഒന്നുകൂടെ ഒന്ന് അടിച്ച് നമുക്ക് ഒഴിക്കത്തക്ക രീതി വേണം. കണ്ടതുകൊണ്ട് ഞാൻ ഇപ്പോൾ കുറേശ്ശെ വെള്ളമാണ് ഒഴിക്കുന്നത്. ഇതുണ്ട്, ഈ ഒരു രീതിക്ക് അങ്ങോട്ട് കലക്കി വെക്കുക കേട്ടോ. ഇതുപോലാണല്ലോ നമ്മൾ ദോശയ്ക്കും ഇഡലിക്കും ഒക്കെ മാവ് റെഡിയാക്കുന്നത്. ആ ഒരു രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ ബൂന്തിക്കുള്ള മാവൊക്കെ നമ്മൾ കലക്കി വെച്ചിട്ടുണ്ട്. ഒരല്പം വെളുത്തുള്ളി, കാര്യം ആ വെളുത്തുള്ളി നമ്മൾ തൊലിയോട് കൂടി തന്നെയാണ് എണ്ണയ്ക്കകത്ത് വറുത്തിടേണ്ടത്. പക്ഷേ അങ്ങനെ ഇട്ട് കഴിയുമ്പോഴത്തേക്കുണ്ട് അത് പൊട്ടിത്തെറിക്കും. അതുകൊണ്ടൊന്ന് ചതച്ചിട്ട് വേണം ഇടാൻ. ഒരു പിടി ഇതേപോലെ കുറച്ച് വെളുത്തുള്ളി നമുക്കൊന്ന് പൊട്ടിച്ച്, കാര്യം ഒരുപാട് അങ്ങ് പേസ്റ്റായി പോകേണ്ട കാര്യമില്ല. ഇതേപോലെ ഒന്ന് പൊട്ടിക്കും. അതായത് ഈ വെളുത്തുള്ളി ഒന്ന് പൊട്ടിക്കാതെ ഇട്ട് കഴിഞ്ഞാൽ എണ്ണയ്ക്കകത്ത് ഇടുമ്പോഴത്തേക്ക് ഇത് പടക്കെന്ന് പറഞ്ഞ് പൊട്ടി നമ്മുടെ ദേഹത്തൊക്കെ തെറിക്കും. ഇതേപോലെ ഒന്ന് പൊട്ടിച്ചിങ്ങോട്ട് എടുക്കുക. ഈ വെളുത്തുള്ളിയൊക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റല്ലേ. ഇനി നമുക്ക് ചീനച്ചട്ടിയോ ഒരു കടായോ ഏതായാലും അടുപ്പത്തിട്ട് വെക്കുക. കുറച്ച് ഓയിലും അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ താല്പര്യമെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. എണ്ണ നല്ലപോലെ ചൂടാവട്ടെ. ഇനി നമുക്ക് ഇപ്പം ഈ ഒരു സേവനാഴി എന്ന് പറയുന്നത് എല്ലാ വീട്ടിലും ഉണ്ടല്ലോ, അതങ്ങോട്ട് അയച്ചു നോക്കട്ടെ. ഇതിൻ്റെ ചില്ല് ഇതല്ല. ഇതിപ്പോൾ ചില്ല് മാറിപ്പോല്ലേ, ഇതല്ല. ഇതിൻ്റെ ഈ ചില്ലാണ് മിക്സറിന് വേണ്ടി എടുക്കേണ്ടത്. ചെറിയ ചില്ല്, ഈ ചെറിയ ചില്ലിട്ടിട്ട് വേണം ഈ സേവനാഴിക്കകത്തോട്ട് ഇതങ്ങോട്ട് വെച്ച് കൊടുക്കുക. ഈ കറി ഇടഞ്ഞ് വെച്ചിരിക്കുന്നുണ്ടല്ലോ, തരിയൊന്നും ഇല്ലാതെ നമുക്കത് ഞെക്കിയെടുക്കാൻ പറ്റും. മറ്റേത് പറഞ്ഞാൽ അങ്ങോട്ട് കയറ്റി വെച്ച് മറ്റേത് കൊണ്ട് ഒന്ന് അമുക്കി കഴിയുമ്പോൾ റെഡിയാവും. പക്ഷേ വേറെ ഉണ്ട്, അത് ഭയങ്കര കട്ടിയായിരിക്കും. കാര്യം സ്ത്രീകൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ അത് ഞെക്കി എടുക്കാൻ വലിയ പാടായിരിക്കും. അല്ല പിന്നെ മാവൊക്കെ നല്ലപോലെ കുഴച്ച് മിക്സ് ചെയ്തൊക്കെ എടുക്കും. ഞാൻ പണ്ട് നേരത്തെ ഇതായിരുന്നേ ഇന്ത്യാലയത്തിൻ്റെ, അപ്പോൾ കുഴച്ച് വെക്കുമ്പോൾ ഇന്ത്യാലയത്തിൻ്റെ ഉണ്ട്. അതിന് മുമ്പ് തടിയുടെ ആയിരുന്നു. തടിയുടെ അതിൻ്റെ ചെവിട്ട് പിത്തളയുടെ പോലത്തെ ഇതായിരുന്നു. അങ്ങനെ ഒരു സംഭവമുണ്ട്. അത് പഴയ ആൾക്കാർക്ക് അറിയാം അതൊക്കെ. ഇപ്പം എണ്ണയൊക്കെ ചൂടായെന്ന് തോന്നുന്നു, ഒരല്പം ഇട്ട് നോക്കാം. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. തീ ഒരു മീഡിയം രീതിയിലാക്കണം. ഇനി നമുക്ക് അങ്ങോട്ട് കറക്കി അങ്ങോട്ടിടാം. നമുക്ക് ഈ ഒരു രീതിയായി കഴിയുമ്പോഴത്തേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഒരുപാട് സമയമൊന്നും എണ്ണയ്ക്കകത്ത് കിടക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതേപോലെ ആയി കഴിയുമ്പോൾ കോരി കൊടുക്കാം. നേരത്തെ ഇട്ട പോലെ തന്നെ നമുക്ക് ഇങ്ങനെ അങ്ങോട്ടിടാം. ഇങ്ങനെ വട്ടം കറക്കി അങ്ങോട്ടിടാം. കുറേശ്ശെ ഇട്ടങ്ങോട്ട്. ഇത് കൂടെ തന്നെ നിൽക്കണം, കാര്യം കരിഞ്ഞു പോവല്ലേ, എന്നാൽ ഫ്രൈ ആവുകയും ചെയ്യണം. ഇനി നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇത് ഫ്രൈ ആയതിനു ശേഷം എണ്ണ ഇങ്ങനെ നിർത്തി അങ്ങോട്ട് കോരണം. അപ്പോൾ ഇതുപോലാണ് മിക്സറിൻ്റെ ആ ഒരു രീതി ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതേപോലെ തന്നെ വേണം ബാക്കി ഇവിടെ തന്നെ റെഡിയാക്കിയെടുക്കാൻ. അടുത്തായിട്ട് നമുക്ക് ബൂന്തി ഉണ്ടാക്കണം. നിങ്ങൾ ഇതാണ് കയ്യിലിരിക്കുന്നതെങ്കിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊന്ന് നീട്ടിയിട്ട് വേണം. കാര്യം അന്നേരം ഇതിൻ്റെ അകത്തോടെ വരത്തുള്ളൂ. ഇതുപോലത്തെ ആണെങ്കിൽ പിന്നെ അത് ആ പ്രശ്നം വരത്തില്ല. കാര്യം ഇതിൻ്റെ തുള വലുതായതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്താണ് അത് റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്ക് ആ എണ്ണയ്ക്കകത്തോട്ട് തന്നെ ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇതേണ്ട ഇങ്ങനെ പൊട്ടായിട്ട് വീഴും. ഇതിലാകുമ്പോൾ എളുപ്പമാണ്.
അപ്പോൾ നമ്മുടെ ബൂന്തി ഇതിപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിലാകുമ്പോഴത്തേക്ക് നമുക്ക് ആ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ബൂന്തി റെഡി ആയിട്ടുണ്ട്. ഒന്ന് മൊരിഞ്ഞതിന് ശേഷം ഈ കോരി ഇങ്ങോട്ട് ഇതേപോലെ എടുത്ത പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. ഈ ഒരു രീതിക്ക് വേണം റെഡിയാക്കിയെടുക്കാൻ. അപ്പോൾ അടുത്തവിടെ നമുക്ക് കൊണ്ടൊഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബൂന്തിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഈ മിച്ചറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് ഈ കപ്പലണ്ടി. ഇത് പച്ചക്കപ്പലിൻ്റെയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ആ പച്ചക്കപ്പലിൻ്റെ ഇട്ട് കൊടുക്കാം. ഇതേപോലെ ഒരു കപ്പ്, ഒരു 5-6 ടേബിൾ സ്പൂൺ ഉണ്ട്. ഇനി നമുക്ക് അതൊന്ന് വാർത്തെടുക്കണം. ഈ കപ്പലണ്ടിയും അതുപോലെ തന്നെ കടലപ്പരിപ്പും ഒക്കെ നമ്മുടെ ആവശ്യത്തിന് ചേർക്കാവുന്നതാണ് കേട്ടോ. ആ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുക. രണ്ടും കൂടെ ഒന്നിച്ച് റെഡിയാക്കി എടുക്കുക. എന്നിട്ട് ഇളക്കി കൊടുത്ത് ഇത് ഫ്രൈ ആക്കണം. 2-3 വറ്റൽമുളക് ഇതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇടുകയെന്നുള്ളൂ കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇത്തിരി വറ്റൽമുളകൊക്കെ ഇടുന്നത് നല്ലതാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇതെല്ലാം ഒന്നിച്ച് തന്നെ മൂപ്പിച്ചെടുക്കണം. കൂട്ടത്തിൽ ഒരല്പം കറിവേപ്പില അതിട്ട് കൊടുക്കുക. ഇപ്പോൾ വേറെ വേറെ ഇടാതെ ഇതിങ്ങനെ ആകുമ്പോൾ ഒറ്റ ഇതിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അല്ലേ ഈ മിച്ചറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഐറ്റം അല്ലേ ഇത് ഇത്ര കപ്പലണ്ടിയും വെളുത്തുള്ളി വറ്റൽമുളക് കറിവേപ്പില അല്ലേ. ഇതൊക്കെ ഇടുമ്പോഴാണ് ആ മിച്ചറിൻ്റെ ആ ഒരു രീതിയൊക്കെ വരത്തില്ല. കപ്പലണ്ടി മാത്രം പറക്കത്തില്ല. അപ്പം നമ്മൾ കപ്പലണ്ടിയൊക്കെ ഇതേ ഒന്ന് മൂത്തിട്ടുണ്ട്. ഒന്ന് കഴിച്ചു നോക്കണം. കപ്പലണ്ടി പോന്നു ഞാൻ നോക്കട്ടെ. നടത്തിട്ടുണ്ട്. തൊലിയൊക്കെ ഇളയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കടലപ്പരിപ്പൂടെ നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നല്ല അവിടെ കൂട്ടിയൊന്ന് ഇളക്കി കപ്പലിൻ്റെയൊക്കെ മൂത്ത് കഴിഞ്ഞതിന് ശേഷമേ കടലപ്പരിപ്പ് ഇടാവുള്ളൂ. കാര്യം എന്നാ വെച്ചാൽ കടലപ്പരിപ്പ് ഫ്രൈ ആകണ്ട. ഫ്രൈ ആയി വരുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. ചൂടാക്കി എടുത്താൽ മാത്രം മതി. ഇനി ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേ കൂട്ട് കോരി അങ്ങോട്ട് എടുക്കാം. ആ എണ്ണ ഒന്ന് നിർത്തി ഇതിൻ്റെ അകത്തോട്ട് തന്നെ ഇടാം. ഇങ്ങനെ അങ്ങോട്ട് കൂട്ടിട്ടുണ്ട്. ഈ ഒരു സൈഡിലോട്ട് കോരി അങ്ങോട്ട്. നമ്മളെ മിച്ചറിൻ്റെ ലാസ്റ്റ് ഭാഗമാണ് ഇപ്പോൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. മിച്ചറിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞു. ഇനി എന്താണെന്നറിയോ? ഇതെല്ലാം കൂടെ അത് തന്നെ ഒന്ന് മിക്സ് ചെയ്താലല്ലേ മിച്ചറാകത്ത് അല്ലേ. ഇനി നമുക്ക് മിക്സ് ചെയ്യാം. അപ്പം നമുക്ക് ഈ ബേസിൻ്റെ അകത്തോട്ട് കുടഞ്ഞങ്ങോട്ടിടാം. നല്ല മോര് പോരാനായി ഒന്ന് പൊടിക്കാൻ പറ്റും. ഇത് പൊടിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒന്ന് ഒതുക്കുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ സാധനങ്ങളെല്ലാം ഇട്ടിട്ട് കൊടുക്കും. ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി അപ്പോൾ നമ്മുടെ മിക്സർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കറുമുറ മിക്സർ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഷമല അച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കി ഷമല. അപ്പോൾ നമുക്ക് ഒരല്പസമയം മെനക്കെട്ടാൽ നല്ല ടേസ്റ്റി ആയിട്ട് മിക്സർ വീട്ടിലുണ്ടാക്കാം. കടയിൽ നിന്നൊക്കെ മേടിക്കത്തില്ലേ ആ ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കി. ഇങ്ങനെയുണ്ട് കറുമുറ ഓക്കെ ആണ്. അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ തന്നെ കേട്ടോ അല്ലേ. കടയിൽ നിന്ന് മേടിക്കുന്ന പോലെ തന്നെ അല്ല, അടിപൊളി ടേസ്റ്റോടു കൂടി നമ്മൾ മിക്സർ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതുപോലെ വീട്ടിൽ ചെയ്താൽ മതിയല്ലോ. സത്യമാണോ? ആ കടയിൽ മേടിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ അല്പം എരിവും
ആ കായത്തിൻ്റെ ടേസ്റ്റും ഒക്കെ കിട്ടും. വെളുത്തുള്ള ടേസ്റ്റും എല്ലാം കൂടെ ചതച്ചിട്ടപ്പോൾ ഒന്നുകൂടെ ഒരു രുചി അല്ലേ? ചതച്ചിട്ടില്ലെങ്കിൽ എണ്ണയ്ക്കകത്ത് ഇടുമ്പോഴത്തേക്ക് നേരത്തെ പറഞ്ഞിട്ട് പൊട്ടിത്തെറിക്കും, തൊലിയോടെ തൊലി കിടന്നാൽ. അപ്പോൾ അതുകൊണ്ടാണ് ചതച്ചിടുന്നത് നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ. തീർച്ചയായിട്ടും ഇതൊക്കെ വീട്ടിൽ തന്നെ ചെയ്യണം. എന്നാന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഈ കുട്ടികളും മുതിർന്നവരായാലും ഈ 4 മണിക്ക് ചായയുടെ ഇപ്പോൾ കാപ്പി ഉണ്ടായിരുന്നു തീർന്നു പോയി. ഇനിയിപ്പോൾ ചായയുടെ കൂടെ കഴിക്കാം കേട്ടോ. കുറേ നാളെടുക്കുക തിന്ന് തീർക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതുപോലൊക്കെ ചെയ്താൽ മതി. നല്ല ടേസ്റ്റോട് കൂടി തന്നെ മിച്ചർ വീട്ടിൽ റെഡിയാക്കും. പിന്നെ ഒരു കാര്യം കൂടെ, വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ കേട്ടോ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് വരാം. ബൈ.